ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചുണ്ടയ്ക്ക എങ്ങനെ തോരൻ വയ്ക്കാമെന്ന് നോക്കാം. അധികം പരിചയമൊന്നും ആർക്കും ഇല്ലാത്ത ഒരു ഇനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ നട്ടു വളർത്തിയതാണ് ഒരു ചുണ്ടങ്ങ. ഇത് വഴുതനങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങരുതെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ അത്രയും ഔഷധ മൂല്യം ഉള്ള ഒന്നാണ് ചുണ്ടങ്ങ. ഇതിൻ്റെ കൂമ്പ് കായകളാണ് ഇതിന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചുണ്ടങ്ങ തോരനുണ്ടാക്കാം. ഇതാണ് ചുണ്ടങ്ങ. അപ്പോൾ ഇതിൻ്റെ പാകമായ കായലിൻ്റെ ഉള്ളിലുള്ള വിത്തുകളാണ് ഇത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് മൂലക്കുരുവിന് നല്ലതാണ്. അതുപോലെ മൂത്ര സംബന്ധമായ രോഗമുള്ളവർക്ക്, അതുപോലെ വട്ടച്ചൊറി ഉള്ളവർക്ക് ഇതിൻ്റെ കായ പൊട്ടിച്ച് വട്ടച്ചൊറിയിൽ തൂത്താൽ മതി. പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് വളരെ ഉത്തമമായതാണിത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചുണ്ടങ്ങ. ഇതിന് പുത്തിരി ചുണ്ട എന്നും പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ കായകളും പറിച്ചെടുത്ത്, ഇതിന് മുള്ളുണ്ട് കേട്ടോ, നമ്മൾ സൂക്ഷിച്ച് വേണം പറിക്കാനായിട്ട്. ഞാൻ കത്രിക എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ കത്രിക കൊണ്ട് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ തണ്ടും ഇലകളും ഈ പുകയില പോലെ ആണെന്നാണ് പറയുന്നത്. നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് വിഷാംശമുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ കായ്കൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇതിൻ്റെ ഇലകളൊന്നും പശുക്കളോ ഒന്നും കഴിക്കില്ല. ഇത് കൂടുതലും വഴിയോരത്താണ് കാണപ്പെടാറുള്ളത്. അപ്പം നമുക്ക് ഇതൊരു മുറത്തിലേക്കിട്ട് അത് ഒരുക്കിയെടുക്കാം. അത് ഞെട്ടിൽ നിന്ന് ഓരോന്നായിട്ട് പറിച്ച് എടുക്കണം. ഇനി അത് അമ്മിക്കല്ലിൽ വെച്ചിട്ട് പതുക്കെ ചതച്ച് എടുക്കാം. അതിൻ്റെ കുരുക്കൾ കളയാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണക്കി, ആയുർവേദ കടകളിലൊക്കെ ഉണങ്ങിയത് കിട്ടും. അവർ ചുണ്ടങ്ങ കുളമ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അവിടെ മണിത്തക്കാളിയും ചുണ്ടങ്ങയൊക്കെ ഉണക്കിയത് ആയുർവേദ കടയിൽ കിട്ടും. നമ്മുടെ ഇവിടെയും കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ ചുണ്ടങ്ങ വെച്ചുള്ള വിഭവങ്ങൾ. പക്ഷെ തമിഴ്നാട്ടിലതൊരു പ്രത്യേകതയാണ്. അവർ കുളമ്പുണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അമ്മിക്കല്ലൊക്കെ നന്നായിട്ട് കഴുകി കളയാം. വല്ലപ്പോഴും ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അമ്മിയിൽ അരച്ച് മുളകും തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചാൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. എനിക്ക് വലിയ നിർബന്ധമായിരുന്നു വീട് വയ്ക്കുമ്പോൾ അമ്മിയും ഉണ്ടാകണമെന്ന്. അങ്ങനെ അമ്മിത്തറയും അമ്മിക്കല്ലുമാണ് കേട്ടോ അത്. അങ്ങനെ നമുക്ക് അതിൽ വെച്ച് ചുണ്ടങ്ങ പതുക്കെ ചതച്ച് എടുക്കാം.
അപ്പോൾ അത് മുഴുവനോടെ കഴുകി കളയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പറിച്ചെടുത്തിട്ട് ഒന്ന് വെറുതെ കഴുകി കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ചതച്ചെടുക്കാൻ. അതിൽ വല്ല പക്ഷി കാഷ്ടിച്ചതോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഒന്ന് ചതച്ച് എടുക്കുക, കഴുകി ചതച്ചെടുക്കണം. ഇങ്ങനെ അമ്മിത്തറയിൽ തന്നെ ഒരു ടാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ട് കേട്ടോ കഴുകിയെടുക്കാനൊക്കെ. എന്നിട്ട് ഒരു ഗാർഡനോസിൻ്റെ കുറച്ച് മുറിച്ചത് ഞാൻ അതിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ആരും അമ്മിക്കല്ലൊന്നും യൂസ് ചെയ്യണില്ല, എന്നാലും അത് നല്ലതാണ് കേട്ടോ. ഒരു വീടായാലും ഒരു അമ്മിക്കല്ലുള്ളത് നല്ല ഐശ്വര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് വിറകടുപ്പിൽ തീ കത്തിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും അരി അടുപ്പത്തിടുന്നതും അതിലാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചതച്ചെടുത്തു. ഇനി നമുക്കത് പാചകം ചെയ്യാം കേട്ടോ. അടുക്കളയിലോട്ട് പോവാം. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാം പാചകം ചെയ്യുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണെന്ന്, അല്ലെങ്കിൽ മണ്ണിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കും. ഞാൻ അലുമിനിയം പാത്രങ്ങൾ എൻ്റെ വീട്ടിലില്ല, ഒട്ടും ഇല്ല കേട്ടോ. അലുമിനിയം പാത്രം നിങ്ങളും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് തോരനാക്കാം. ചെറുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. എന്നിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ പാചകം ചെയ്ത് കഴിക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമുക്ക് കൊളസ്ട്രോളൊന്നും ഉണ്ടാകാനൊന്നും പോണില്ല. 1 സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഒരു തോരൻ ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും കൂടി അല്ലേ അത്രയും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വളരെ നല്ലതാണ് കേട്ടോ. വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊന്നും വാങ്ങരുത്. സൺഫ്ലവർ ഓയിൽ ഭയങ്കര കൊള്ളില്ലാത്ത സാധനമാണ്. അത് ശരിക്കും സൺഫ്ലവറൊന്നും ഇട്ടിട്ടുണ്ടാക്കുന്നതല്ല. അത്രമാത്രം സൺഫ്ലവർ സീഡ് എവിടെ നിന്ന് കിട്ടാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ശീലിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കടുക് ഉപയോഗിച്ചില്ല, കാരണം ഇതിന് ചെറിയൊരു കയ്പ്പ് സ്വാദുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണം കടുക് ഇട്ടില്ല. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ടു. ആദ്യം തന്നെ എന്ത് തോരൻ പച്ചമുളക് ഇട്ടുണ്ടാക്കുമ്പോഴും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് ഇടും. കാരണം ആ വെളിച്ചെണ്ണയ്ക്ക് മൊത്തം നല്ല മുളകിൻ്റെ സ്വാദ് വരും. അത് കാരണം പിന്നെ ഞാൻ ഇടിച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതിലേക്ക് ഇട്ടു. ഇനി അത് മൂക്കണം. ഇളക്കാനായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഹെൽത്തിയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ വച്ചേക്കരുത്, അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ആ മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ 3 തേങ്ങ ചിരവി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യലും പാചകം എല്ലാം കൂടെ. ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം എനിക്ക് രാവിലെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മളങ്ങനെ മൂഡൊന്നും തോന്നാത്ത ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മൂഡ് ഓഫിനുള്ള കാരണങ്ങളും മറ്റും മറന്നു നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ കർമ്മനിരതരായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ തേങ്ങയും ചെറുതായിട്ടൊന്ന് വഴറ്റണം കേട്ടോ, പച്ചച്ചോവ മാറാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ കാപ്പി ഒക്കെ കുടിച്ചിട്ട് ഒന്ന് നടക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്കൊരു ഉന്മേഷം കിട്ടും. ഇപ്പം ഞാൻ ഒഴിച്ചത് ഉപ്പുനീരാണ് കേട്ടോ. ഉപ്പുനീര് ഒഴിച്ചപ്പോഴാണ് ആവി വന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചെനയൊക്കെ കളഞ്ഞെടുക്കാം. ഇതിന് നല്ല കറയുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് 2-3 പ്രാവശ്യം നമ്മളതിൻ്റെ ഇത് കഴുകി കളയണം കേട്ടോ. ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ കുരുക്കൾ, വലിയ കുരുക്കളൊക്കെ അന്നേരം അമ്മിയിൽ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അമ്മിയിൽ തന്നെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ വലിയ കുരുക്കൾ, മൂത്ത കായും ഇതിനകത്തുണ്ട്. കുരുക്കൾ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ കയ്പ്പ് സ്വാദൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ കുരു പോകാതെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. അതെന്നെ ചായക്കപ്പ്, ഇത് മുളക്, ഇത് മുട്ടക്കറി, ഇത് ഉപ്പുമാവ്, അത് പഞ്ചസാര, ഇത് മറ്റേ സാരം പച്ചക്കറി, അതൊക്കെയാണ്. ഇത് പാത്രങ്ങള്, വൃത്തിയാവും പറ്റുന്ന സാധനങ്ങള്. ഇത് മാങ്ങ ഉപ്പിലിട്ടേക്കണേ കേട്ടോ. ഇതാണ് കുറെ സാധനങ്ങൾ. ഇതാണ് കിച്ചൺ, ചോറൊക്കെ വറക്കണ. ഇതാണ് എണ്ണ, ഇതാണ് ഇത് ചട്ടി, അതാണ് മര, നല്ലൊരു മരം. ഇന്നലെ കറണ്ട് പോയപ്പോ വന്ന് മെഴുകുതിരി അറിഞ്ഞത്. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൂം. അത് ഞങ്ങളുടെ കുഞ്ഞനാണ് കേട്ടോ. കുഞ്ഞൻ വന്നിട്ട് വീഡിയോ വ്ളോഗ് ചെയ്താണ് ആ കണ്ടത്. അവന് ഫ്രണ്ട് ക്യാം അങ്ങനെയൊന്നും അവനെ അറിയില്ലല്ലോ. അവന് 5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനിങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണിച്ചു തന്നാണ്. നിങ്ങളോട് പറഞ്ഞ സാധനമൊന്നും ഉപ്പുമാങ്ങയൊക്കെ അവൻ കാണിച്ചിരുന്നു. അതുപോലെ അടുപ്പ് അവൻ ഉദ്ദേശിച്ചത് വിറകടുപ്പ് ഉപയോഗിക്കണമെന്നാണ്, കഞ്ഞി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞത്. ഞാൻ വിറകടുപ്പിലാണ് മൺകലത്തിൽ അരിയിട്ട് വയ്ക്കാറാണ് പതിവ്. അതൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേന്ന് ഓർത്ത് ഞാൻ അത് ഡിലീറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വച്ചിരുന്ന ചുണ്ടങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് പാകത്തിന് ഉപ്പും ഒഴിച്ച്, ആദ്യം ഞാൻ ഉപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പാകമില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് പകരമായിട്ട് നല്ല മണ്ണിൻ്റെ മൂടി വെച്ച് മൂടുമ്പോൾ ശരിക്കും വേർത്തിറങ്ങി അതിലേക്ക് വെള്ളം ചാടിക്കോളും, ശരിക്കും വെന്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ മൂടി വെച്ച് വേവിക്കാം. നിങ്ങളും ഇതുപോലെ മൺപാത്രങ്ങൾ, അതുപോലെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇതുപോലത്തെ മൺചട്ടിയൊക്കെ ഉപയോഗിച്ച് മൂടിക്കഴിഞ്ഞാൽ സ്വാദും കൂടും, അതുപോലെ തന്നെ പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് വെന്തോന്ന് നോക്കാം. വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം കുറച്ച് നേരം വേണം കേട്ടോ. വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ഇട്ടാലും മതി. പക്ഷേ ഇതായിരിക്കും രുചി.
അപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം നമുക്ക്. ഇതിന് ടേസ്റ്റ് അല്ല കേട്ടോ നമുക്ക് പ്രധാനം, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ കുറേ ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാം. ഇതിൻ്റെ കറികൾ, ചാറ് കറികളും ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ തോരനുണ്ടാക്കാനാണല്ലോ എളുപ്പം എന്ന് ഓർത്തുണ്ടാക്കിയതാണ്. ഇതിൻ്റെ തീയലും ഭയങ്കര സ്വാദിഷ്ടമാണെന്നാണ് ഓരോ ചാനലിൽ കണ്ടത്. അപ്പോൾ ഞാനങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കയ്പ്പായിരിക്കും കേട്ടോ ഞാൻ വിചാരിച്ചത്, പക്ഷെ കയ്പ്പൊന്നുമില്ല, നല്ല രുചി ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വഴുതനങ്ങ ഉപയോഗിക്കില്ലാത്ത ആളാണ്. വഴുതനങ്ങ തോരൻ ഉണ്ടാക്കിയാലൊന്നും കഴിക്കില്ല. തേങ്ങ ഇട്ടുണ്ടാക്കിയാലും അത് ഉപ്പേരിയായിട്ടുണ്ടാക്കിയാലും എന്തായാലും പുള്ളി കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കൊടുത്തിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല രുചിയാണ്, കയ്പ്പില്ല, മക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക. ഇത് ഈ വഴിയോരത്തൊക്കെ ഇത് കാണാറുണ്ട്. കാരണം ഇത് ആടും പശുക്കളൊന്നും ഇത് ഭക്ഷിക്കില്ല. അത് കാരണം ഇത് ഇത് നല്ല ഹെൽത്തിയാന്ന് പറയണേ. മൂലക്കുരുവിനൊക്കെ നല്ലതാണ് ഇത് വലത്തി കഴിച്ചു കഴിഞ്ഞാൽ. നമ്മൾ വെട്ടിക്കളയാനിരുന്നല്ലേ, അന്നേരം ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ് ഇതിൻ്റെ ഉപയോഗം എന്നാന്ന് അറിയാൻ വേണ്ടി. അല്ലേ? അല്ല അല്ലേ? ഉറക്കെ പറ. ചുണ്ടങ്ങ തോരൻ. ഹെൽത്തിയാണത്. പല അസുഖങ്ങൾക്കും നല്ലതാണ് അത് കേട്ടോ. ആ സ്പൂണും കൊണ്ട് തന്നെ കോരി തിന്നു നോക്കി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അവൻ പറഞ്ഞത് അത് മസിൽ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസം ഉപയോഗിക്കാം. നമുക്ക് തോരനായിട്ടും അതുപോലെ ചാറുകറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ശരി.